Hi friends, welcome back to my channel TRANCETech. ഇന്നൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക്കൽ കാർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാർഡ് നമുക്ക് എങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. പിന്നെ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഇതേപോലത്തെ ഒരു ഡ്രോയിങ് ആണ്. ഇത് ഞാൻ കടയിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളായ ക്രിയേറ്റിവിറ്റിയിൽ വരച്ച ഒരു ഡ്രോയിങ് ആയാലും മതി. ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചൊരു ഡ്രോയിങ് എടുക്കുക. പിന്നെ ഫ്രണ്ട്സ് നമുക്കിത് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് അവിടെ അടിപൊളിയായി കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് പിന്നെ വേണ്ടത് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഈ ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ വർക്കായി യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റാണിത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഈ പിക്ചറിൻ്റെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. കണ്ടോ ഫ്രണ്ട്സ്, കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്താണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ മാത്രമായിട്ട് നമുക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതവിടെ ഈ ഷീറ്റ് ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നമുക്കിതിങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ഈ ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ ഈ ഷീറ്റിൽ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് അവിടെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ ഷീറ്റിൽ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, അടിപൊളി തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഞാനൊരു റെഡ് ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. റെഡ് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ ഒരു പീസാണ്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ സൈഡ് 13 സെൻറ്റിമീറ്ററും ഈ സൈഡ് 18 സെൻറ്റിമീറ്ററാണ്. അതിൽ നിന്ന് ഓരോ സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാൻ നീക്കിയിട്ടൊരു സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നടുവീത്തി സ്ക്വയർ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ നടുവീത്തി സ്ക്വയർ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതവിടെ സെൻറ്ററിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ്, അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. പിന്നെ വേണ്ടത് ഫ്രണ്ട്സ് നമുക്കൊരു ഇതുപോലത്തെ ഒരു വൈറ്റ് ചാർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ സൈസിന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒട്ടിക്കാനുള്ളതാണ് നമുക്കിത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് അവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ വരച്ച് വെച്ച ഡ്രോയിങ് നമ്മളിത് അതിൻ്റെ കളർ കൊടുത്ത ഭാഗം അടിത്തേലും അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് ഏറ്റവും ടോപ്പിൽ ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല സൂക്ഷിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ഇതിനുള്ളിലേക്ക് ഇതിങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തന്നെയാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാർഡാണ്. നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം. അടിപൊളി കാർഡാണ്, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാർഡാണ്. കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇതുപോലത്തെ കിടിലൻ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.